ഗരുഡൻ പൊന്താൻ തുടങ്ങിയിരിക്കുന്നു. ട്രെയിലർ അങ്ങ് പൊന്തി കഴിഞ്ഞു. ഞാനതല്ല, ഞാൻ ഗരുഡന്റെ കാര്യമാണ്. ഷൈൻ ടൈം ചാക്കോന് എല്ലാം ബിജുവിന്റെ സൗകര്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സുരേഷിനുള്ള പണിയാണോ? കരളിൽ താമസിക്കാം മപ്പ് തരൂ രാക്ഷസ. ആര്? സുരേഷേട്ടനോ? എന്റെ അടുത്തോ? ഞാൻ തിരിച്ചു സുരേഷേട്ടനെ ദേഷ്യപ്പെടും. അഭിരാമിയും കൂടെ കൂടി ഒരു പണി മേടിച്ചു തന്നോ? എന്റെ അടുത്ത് പിണക്കമാണോ? പിണക്കൊന്നുമില്ല. അല്ല, അറിഞ്ഞുകൊണ്ടൊന്നും. അപ്പൊ നീ ഒരു 5 പടത്തിന്റെ ശമ്പളം എനിക്ക് മന്ത്രവാദം ഇറങ്ങിയാൽ പിന്നെ കോഴിക്ക് കിടക്കപ്പുറതില്ല. അവിടെയാണ് എത്തി നിൽക്കുന്നത്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ് എന്നിവയുടെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ ആണ് വേണ്ടത്. എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി. മൈജി ഫ്യൂച്ചർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. നീതൂസ് അക്കാദമി, ഇന്ത്യസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. നമസ്കാരം. ഗരുഡൻ പറക്കാൻ തുടങ്ങിയാണ് അല്ലെ? ഇനി കുറച്ച് ദിവസങ്ങൾ. ഗരുഡൻ പൊന്താൻ തുടങ്ങിയെന്നു, ഗരുഡൻ പൊന്താൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഗരുഡൻ എപ്പോഴും പറക്കില്ലല്ലോ, പൊന്തുകയാണ്. അത് ട്രെയിലർ അങ്ങ് പൊന്തി കഴിഞ്ഞു. ഞാനതല്ല, ഞാൻ ഗരുഡന്റെ കാര്യമാണ്. ആ ഗരുഡന്റെ ട്രെയിലർ അങ്ങ് പൊന്തി കഴിഞ്ഞു. ഇരു കൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു. ഹിസ് ബ്ലെസ്സിങ്സ്. തീർച്ചയായിട്ടും സുരേഷേട്ടാ, നമ്മൾ ഗരുഡനിലേക്ക് തന്നെ പോകാം. നമ്മുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളുമായിട്ട് കുറെ നേരം നമുക്ക് സംസാരിച്ച് പോകാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ പോകാം അല്ലേ? അങ്ങനെ തന്നെ ആവട്ടെ. 3 പേരുണ്ടല്ലോ, 3 പേരും ഉണ്ട് പങ്കുവയ്ക്കാൻ. അപ്പൊ സുരേഷേട്ടൻ തന്നെ തുടങ്ങാം. സുരേഷ, ഗരുഡൻ ഒരു പുതിയ സംവിധായകനിൽ നിന്നാണ് ഈ സിനിമ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുന്നത്. എന്നാ സിനിമ പക്ഷേ പറയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഓവർ എക്സ്പെക്ടേഷൻ തരാൻ വേണ്ടി പറയുന്നതല്ല. ഇതിന്റെ കഥ എന്നോട് പറയുന്നത് അരുൺ വർമ്മ ലിസന എന്നെ വിളിച്ചത്. അത് 2020 കോവിഡിന്റെ ഒരു പീക്കില് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്താണ്. നവംബർ 6-ാം തീയതിയോ 7-ാം തീയതിയോ ആണ് തേക്കടിയിലെ സ്പൈസ് വില്ലേജിൽ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4 മണിക്ക് എത്തും. ഒരു 6 മണി ഒരു സമയമുണ്ട് കഥ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം അവിടെ വന്ന് താമസിച്ചിട്ട് ആ സമയമായപ്പോൾ വന്നു. കോവിഡ് ആയതുകൊണ്ട് ഞാൻ മുറിയിലൊന്നും കയറ്റിയില്ല. ഞങ്ങൾ പോയി ലോൺസിലിരുന്നാണ് ഈ കഥ കേൾക്കുന്നത്. അപ്പോൾ കഥ പറയുന്നതിനകത്താണ് ഒരു സംവിധായകനാണ് വന്ന് കഥ പറയുന്നതെങ്കിൽ നമ്മുടെ ആദ്യത്തെ അസസ്മെന്റ് അവിടെയാണ്. എങ്ങനെയാണ് ഇയാളൊരു 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സിനിമയുടെ കഥ ഒരു അരമണിക്കൂർ കൊണ്ട് പറയുന്നത്, 30 മിനിറ്റ് കൊണ്ട് പറയുന്നത്. അതിലാണ് നമ്മൾ ഇംപ്രസ്ഡ് ആവുന്നത്. അപ്പം നമ്മൾ ഓപ്റ്റ് ഇൻ ഓപ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് എല്ലാം അതിനകത്തു നിന്നാണ് വരുന്നത്. നല്ല രസമായിട്ടാണ് പറഞ്ഞത്. അപ്പം തന്നെ ഇതൊരു പുതുമുഖ സംവിധായകനല്ല എന്ന് പറയുന്ന നിശ്ചയം അന്നേരം തന്നെ ഉണ്ടായി. സിനിമയ്ക്ക് അത് ഒട്ടുമേ ഉണ്ടായില്ല. കാരണം പിന്നെ അതിനകത്തേക്ക് മിഥുൻ മാനുവലിന്റെ ഒരു സബ്സ്റ്റൻസസ് എല്ലാം വന്നു. നല്ല എന്താണ്, ഒരു നല്ല സോഡ അങ്ങ് സ്പാർക്ലിംഗ് സോഡയായി മാറി അല്ലേ? നല്ല ബബ്ലി സോഡ ടേൺഡ് ഇൻടു സ്പാർക്ലിംഗ് സോഡ. ഗ്യാസ് പോകാത്ത സോഡ അല്ലെ? കൃത്യമായിട്ട് അഭിരാമി പറയുന്നുണ്ട്. സുരേഷേട്ടാ, ഈ ബിജു മേനോനുമായിട്ട്, വിജയേട്ടും സുരേഷേട്ടുമായിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത്. എനിക്ക് ലാസ്റ്റ് അഭിനയിച്ച സിനിമ അത്ര മെമ്മറിയിലേക്ക് എനിക്ക് വന്നിട്ടില്ല. 2-ാം ഭാവം. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് അഭിനയിച്ചപ്പോ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലേ, തിയേറ്ററിലൊക്കെ ഒരുമിച്ചുള്ള കൃത്യമായ കോമ്പിനേഷനുള്ള സിനിമ വർഷങ്ങളായെന്ന് എനിക്ക് തോന്നുന്നു. 2020 അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് 2010 അത് കഴിഞ്ഞ് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ക്രിസ്ത്യൻ ബ്രദേഴ്സിന് ഇഷ്ടമില്ല. ഇല്ല. ഞങ്ങള് കാണലും വളരെ കുറവായിരുന്നു അല്ലെ? ഫോണിൽ മാത്രമുള്ള ബന്ധമേ ഉള്ളൂ. ഈ കഥ കേട്ട് കഴിയുമ്പോൾ ബീച്ചേട്ടനാണ്, സുരേഷിനോടൊപ്പം തന്നെ ബീച്ചേട്ടനുമാണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? അതെ, അതാണല്ലോ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നവും. പിന്നെ ബിജുവിന്റെ സൗകര്യത്തിന് വേണ്ടി ഇതിന്റെ ഡേറ്റ് 5-6 പ്രാവശ്യം മാറ്റുക. ബിജുവിന്റെ സൗകര്യത്തിൽ ഞാൻ അവിടെ നിന്നുകൂടെ ഷൂട്ട് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഈ സിനിമ.
എല്ലാം ബിജുവിന്റെ സൗകര്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2020 നവംബറിൽ കഥ കേട്ടു. അന്ന് മുതൽ ചെയ്യാമെന്ന് പറയുന്നു. ഞാൻ ഓരോ മാസവും നമുക്ക് 21 മാർച്ചിൽ ചെയ്യാം, ഓക്കെ സാർ എന്ന് പറഞ്ഞ് എല്ലാം എഴുതിയെടുത്ത് എന്ന് മുതൽ എന്ന് വരെ, അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 20 ദിവസം എപ്പോൾ തരും എല്ലാം കുറിച്ചെടുത്ത് പോകുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് സർ ബിജു സർ ഇസ് നോട്ട് അവൈലബിൾ. ഞാൻ പറഞ്ഞു ഓക്കെ ട്രൈ സെപ്റ്റംബർ. നീ എന്റെ അടുത്ത് വന്നു കയറിയപ്പോ ചോദിച്ചില്ലേ ചേട്ടൻ എന്റെ അടുത്ത് പണക്കമാണോ? പണക്കൊന്നും ഇല്ല. സുരേഷ് അത് ഷൂട്ടിംഗ് സമയത്ത് ഒരെണ്ണം തീർന്ന് വരാൻ പറ്റാത്തത്, ആ തീരാത്തതിന്റെ പശ്ചാത്തലമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി തന്നെ 4-5 പ്രാവശ്യമാണ്. അവസാനം ഞാൻ അരുണിന്റെ അടുത്തും ലിസ്റ്റിന്റെ അടുത്തും പറഞ്ഞു ഞാനില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോ എന്ന് പറഞ്ഞ് ഒഴിവായി. ഇത് വേറെ അല്ല ചേട്ടാ, ചേട്ടനക്ക് ഗ്രൂപ്പോടെ ഒരു പ്രൊഡക്ഷനൊക്കെ ചേട്ടനക്ക് കമാൻഡ് ചെയ്യാം, അങ്ങോട്ട് പറയാം. എനിക്ക് അതിനകത്ത് ബിജുമൻ ആ സിനിമയ്ക്ക് വേണമെന്നുള്ളത് ഡയറക്ടർ പറയുമ്പം ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ഫ്ലക്സ് ചെയ്യും. ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്ക് എന്നെനിക്ക് പറയാം. ആ കമാൻഡിങ് പൊസിഷൻ ഞാൻ ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരിക്കൽ ഞാനാണോ ബിജു ആണോ നിങ്ങൾ തീരുമാനിക്കുക, എന്നിട്ട് പിന്നെ ഇനി അടുത്ത ഡേറ്റ് ഫിക്സ് ചെയ്യും. ഇനി ഡേറ്റ് ഫിക്സ് ചെയ്താൽ മാറ്റരുത്. നീ മനസ്സിലാക്കേണ്ടത് ആ ഡേറ്റുകളിലൊന്നും ഞാൻ സിനിമ ചെയ്തിട്ടില്ല. എല്ലാം ഈ ലാസ്റ്റ് മിനിറ്റിൽ അവർ എന്ന് പറഞ്ഞ് മാറ്റുമ്പോഴത്തേക്കും പിന്നെ ഞാൻ വെറുതെ ഇരിക്കുക. അല്ല അറിഞ്ഞുകൊണ്ടൊന്നും. അപ്പൊ നീ ഒരു 5 പടത്തിന്റെ ശമ്പളം എനിക്ക് കൊണ്ടു അവിടെയാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെ വന്നാൽ ഇണക്കം മാത്രമേ ഉണ്ടാവൂ, ചേട്ടാ ഇണക്കം വളരില്ല. ഓപ്പണല്ലേ, ഫുൾ ടൈം ഓപ്പണല്ലേ. അല്ല, എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായത് സുരേഷ് ചേട്ടൻ പറയുന്നത് ബിജുചേട്ടന് ആ ഡേറ്റ് മാറിയെങ്കിലും ബിജുചേട്ടൻ വേണമെന്ന് സുരേഷ് ചേട്ടനും കൂടെ തോന്നിയിരുന്നു, ഡയറക്ടർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് എന്റെ കൃത്യമായ അല്ല സി അതിനകത്ത് വേറെ ആരെങ്കിലും ഒക്കെ ഇപ്പൊ റഹ്മാൻ വെച്ച് ചെയ്യാൻ പറ്റും, അവരെല്ലാം അതിന് പ്രാപ്തിയുള്ള ആൾക്കാരാണ്. അരവിന്ദ് സ്വാമി ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനകത്തൊരു വലിയ ക്യാച്ച് ഉണ്ട്. മഹാത്മാ എന്ന് പറയുന്ന സിനിമയിൽ എങ്ങനെയാണ് ഈ 2 കഥാപാത്രങ്ങൾ ജെല്ല് ചെയ്തത്, ഇതിന്റെ ഒരു പ്രീ ടെക്സ്റ്റാണ്. 2ാം ഭാവം ഇനി 2020 എടുത്താൽ പോലും അതിനകത്തൊരു ഫ്രിക്ഷണൽ ഏരിയ ഇല്ലേ അല്ലെ? അപ്പൊ ഇതെല്ലാം അതിനകത്ത് എപ്പോഴും ഇവർക്ക് അങ്ങനെ ഒരു 10-12 വർഷമായിട്ട് ഒരുമിച്ച് വരാത്ത 2 അത് സുരേഷ് ഗോപി ആൻഡ് ബിജു മേനൻ വരുമ്പോഴുണ്ടാകുന്ന പടത്തിനുള്ള ഒരു എക്സ്ട്രാ ഹൈപ്പ്. ഇതൊക്കെ അവരുടെ അവകാശമാണ്, ഒരു പ്രൊഡ്യൂസറുടെ അവകാശമാണ്. അതൊന്നും. പിന്നെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തുകൊണ്ട് ബിജു അല്ലാതെ വേറൊരാളായി കൂടാ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. അത് ആ സിനിമയുടെ കരുത്താണ്. ആ പ്രൊഡ്യൂസറുടെയും ഡയറക്ടറുടെയും നിർബന്ധ ബുദ്ധിയെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്ന മൊമെന്റ്സ് ആയിരിക്കും. പടം കണ്ടു കഴിഞ്ഞാലേ അറിയാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് തന്നെ ബിജുചേട്ടനിൽ തുടങ്ങുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ കുറെ സംഭവങ്ങൾ ഇപ്പൊ പറഞ്ഞെങ്കിലും അതിനപ്പുറത്തേക്കുള്ള സംഭവങ്ങൾ, രസകരമായ മുഹൂർത്തങ്ങൾ ഷൂട്ടിംഗ് സ്ഥലത്ത് സുരേഷ് ചേട്ടനുമായിട്ടുള്ളൊക്കെ നമുക്ക് ഒരേ വൈബുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് സംസാരിക്കാൻ പഴയ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കേണ്ട. ഇപ്പൊ നമ്മൾ പുതിയ നടക്കണമെന്നും എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ പഴയ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അന്ന് ഇന്ന് നടന്ന ഓരോ കാര്യം അങ്ങനെ ഫുൾ ടൈം എൻഗേജ് ആയിരിക്കും. പിന്നെ മാക്സിമം സ്വീറ്റ്സ് കഴിപ്പിക്കും. തണുക്കാനാണോ എന്താണ് ഹാപ്പി ആക്കാനാണ്. അപ്പൊ ഒരു കാര്യം എഴുതിയ സുരേഷിന്റെ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് മധുരം നൽകാം. സ്വീറ്റ്സ് മാത്രമല്ല, സ്വീറ്റ്സ് ആയിരിക്കും ഒരുപാട് കൊണ്ടുവരുന്നത്. എല്ലാം ഡൽഹി ഞാൻ എവിടെ പോകുന്നോ ആ സിഗ്നേച്ചർ എന്റെ കയ്യിലുണ്ട്. അതിപ്പോ ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ദുബായിലെ സിഗ്നേച്ചർ മുഴുവൻ എന്റെ മുറിയിലുണ്ടാവും. അത് കേട്ടിട്ട് അങ്ങോട്ട് പായാൻ നിൽക്കണ്ടായി. ഞാൻ തരില്ല. സുരേഷിന്റെ റൂം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസിന്റെ കളക്ഷൻ ഭയങ്കര. ഈവൻ പെർഫ്യൂംസ് ആണെങ്കിലും ഈ ഷെയ്ഡ്സ് ആണെങ്കിലും എല്ലാത്തിനും വൻ കളക്ഷൻസ് ഉണ്ട്. എല്ലാം പ്രോപ്പർലി അറേഞ്ച്ഡ്. പ്രധാനമായിട്ടും തീറ്റയാണ്. സ്വീറ്റ്സ് സത്യം പറയാം, ഞാൻ വെല്ലുവിളിക്കുക. ഇപ്പൊ എന്റെ റൂമിൽ വന്ന ഒരു 50 ഐറ്റം ഞാൻ കാണിച്ചു തരാം. സ്വീറ്റ്സും സേവറീസും എല്ലാം കാണിച്ചു തരുമോ? ചില മിക്സ്ചേഴ്സ് എല്ലാം ഓരോ നുള്ളു തരാം.
കാരണം ഒരുപാട് പേർക്ക് ഞാൻ കൊടുക്കാനുണ്ട്. ഷമ്മി തിലകന് കൊടുക്കാനുള്ള സാധനം ഞാൻ എൻ്റെ മകനെ ഏൽപ്പിച്ചിരിക്കുക. 20 നാളെയല്ലേ, നാളെ അത് ഷമ്മി എടുത്തെത്തും. അപ്പൊ ബുദ്ധിപരമായ കാര്യങ്ങൾ കുറച്ച് എനിക്ക് പഠിക്കാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് ഉപകാരമായി. ഈ പറഞ്ഞ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ, ഈ കഥ കേട്ട് കഴിയുമ്പോൾ സുരേഷ് ചേട്ടനാണ്, നിങ്ങൾ ഒരുമിച്ചാണ് അഭിനയിക്കുന്നത്, നേരത്തെ ഡയറക്ടറെ കുറിച്ച് പറയുകയും ചെയ്തു. ഈ 2020 കഥ കേൾക്കുന്നു, നീണ്ടുപോയ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാണ്. ഓരോ ഷൂട്ടിംഗ് തിരക്കുകളും പല തിരക്കുകളും എല്ലാവർക്കും ഉണ്ടാകുന്നു. ആ തിരക്കുകളിൽ നിന്ന് മാറി ഈ കഥ ഞാൻ തന്നെ ചെയ്യാമെന്ന് മനസ്സുറച്ച് വിശ്വസിച്ചപ്പോഴായിരിക്കും? ഞാൻ കഥ അരുൺ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ഇങ്ങനെ കേട്ടു. മോള് കേട്ട് കഴിഞ്ഞപ്പോ ക്യാരക്ടർ ചേട്ടന് വർക്കായോ എന്ന് ചോദിച്ചു. ഞാൻ വർക്കായി, ചെയ്യാല്ലേ, ചെയ്യാം. സുരേഷ് ചേട്ടൻ കൺഫേം അല്ലേ? സുരേഷ് ചേട്ടൻ കൺഫേം ആണ്, ത്രില്ഡാണ് ചെയ്യാനാണ്, ചെയ്യാം എന്ന് പറഞ്ഞു. നിങ്ങൾ ബാക്കി ഏരിയകൾ നിങ്ങൾ വർക്ക് ചെയ്തോ, ബാക്കി കാര്യങ്ങൾ പറയാം. സുരേഷിന്റെ ഡേറ്റ്സും കാര്യങ്ങളും ഇത് തന്നെയാട്ടോ പറഞ്ഞു. സുരേഷിന്റെ ഡേറ്റ്സും കാര്യങ്ങളും നോക്കിയിട്ട് പറഞ്ഞു അനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞു. സിനിമ ഇത് പറ്റുന്നത് നമ്മുടെ പടം ഒന്നും പറഞ്ഞ സമയത്ത് തീരില്ല. ഞാനാണ് ഇത് സെറ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് 3 ആള് എല്ലാ പടത്തിനും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് ബാക്കി എല്ലാവരും പറഞ്ഞു വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് വണ്ടി പാക്ക് പറഞ്ഞാൽ ഉന്തി വിടുകയെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഓരോ പടം കഴിഞ്ഞ് പോകുമ്പോ ഇതിങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. പിന്നെ സുരേഷ് ചേട്ടനും വേറെ തിരക്കുകളുണ്ട്. ഞാൻ ഫ്രീ ആണോ സമയത്ത് ചേട്ടനാവില്ല, അത് ചേട്ടൻ പറഞ്ഞില്ല. അത് മാത്രമല്ല, അത് കള്ളം. ഞാൻ എത്ര ഡേറ്റ് വേസ്റ്റ് ആക്കി എന്നുള്ളത്, എത്ര ദിവസങ്ങൾ, 50 ദിവസത്തിന്റെ 3 പാക്കെങ്കിലും 100 ഞാനിപ്പോ അരുണിനെയും അങ്ങനെ പോയിട്ടുണ്ട്. അല്ല, തിരിച്ച് ഇങ്ങോട്ട് പറയരുത്. പിന്നെ സുരേഷ് ചേട്ടൻ്റെതായ ഡേറ്റ്സ് ചിലപ്പോൾ പറ്റാതെ വരും. അങ്ങനെ ഒരു സംഭവം ഈ പടത്തിന്റെ കാര്യത്തിലില്ല. മറ്റു പടങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മനസ്സിലായത് സുരേഷ് പറയണമെന്ന് ഓർത്തിരുന്ന സാധനം ഷൈൻ ടൈം ചാക്കോന് ചാക്കോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ കാണിക്കുന്നതൊക്കെ എൻ്റെ വിശ്വാസം എന്റർടൈൻ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതാണ്. അങ്ങനെ തന്നെയാണ്. കാരണം എന്നെ കാണാൻ വന്ന 2 അവസരത്തിലും ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഞാൻ അതിശയിച്ചു. അപ്പൊ ഈ ടിവിയിലൊക്കെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ പേഴ്സൺ ആയിരിക്കും, എന്താ ഇങ്ങനെ എന്നൊക്കെ. അത് കഴിഞ്ഞും ഞാൻ കണ്ടു. ഇങ്ങനെ കൈയൊക്കെ കുത്തിയിട്ട് തറയിലോട്ട് വീഴുക, ഫോണൊക്കെ ഇങ്ങനെ എറിഞ്ഞു പിടിക്കുക, പിന്നെ കോക്പിറ്റിൽ കയറി എന്ന് പറയും. അപ്പൊ ഞാൻ പറയുന്നത്, എനിക്ക് പലപ്പോഴും കുറച്ച് അദ്ദേഹത്തിന്റെ പ്രേതം കയറാറുണ്ട്. ബിജുവായിട്ട് ഈ പടത്തിന്റെ പ്രൊമോഷൻസിന് ഇരിക്കുമ്പോ എന്നിൽ കുറച്ച് ഷൈനെ പ്രതീക്ഷിക്കാം. അറിഞ്ഞോണ്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല. പക്ഷെ എന്റെ ഗതി അങ്ങനെ ആയി പോയി ഞാൻ അല്ല, അത് ഉൾക്കൊണ്ട് തന്നെ സുരേഷേട്ടൻ സംസാരിച്ചു നമുക്ക് സിനിമയിൽ തീരാഞ്ഞോണ്ട് തന്നെയാണ് എനിക്ക്. അതെ അതെ, സിനിമയാണല്ലോ, സുരേഷേട്ടനും അറിയാലോ. അല്ല, ഇപ്പൊ പറഞ്ഞതുപോലെ അതോടെ നിൽക്കട്ടെ. കഥ കേട്ടു, ഡേറ്റ് കൊടുത്തു. ഞാൻ ഇപ്പോഴും ചോദിച്ച ആ ചോദ്യം, ഞാൻ തന്നെ എനിക്ക് തന്നെ ഇത് ചെയ്യണം എന്നൊരു വാശി വന്നല്ലോ. പിന്നീട് ഡേറ്റുകൾ മാറിപ്പോയല്ലോ. അത് ആ കഥയിലുള്ള സ്പാർക്ക് എന്താണെന്നാണ്? ആ കഥയും ആ കഥാപാത്രത്തിന് കുറച്ച് ഒരു ഏരിയ ചെയ്യാനുണ്ട്, പെർഫോം ചെയ്യാനുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ചലഞ്ച് വേണം, നമുക്കൊരു ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. വല്ലപ്പോഴും റെയറായിട്ട് കിട്ടുന്ന കഥാപാത്രങ്ങളാണ്. ആ രീതിയിൽ എനിക്ക് തന്നെ ചെയ്യണം വലിയൊരു ആഗ്രഹമാണ്. ഞാൻ അവരോട് എത്ര ഡിലേ ആയാലും ഞാൻ തന്നെ ചെയ്യാം. സുരേഷ് ചേട്ടനോട് പറയണം എന്നല്ല, സുരേഷ് ചേട്ടൻ ബിജു തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാണ് ഇരിക്കണം. അതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്നില്ല, എനിക്ക് വന്ന് ഇടിക്കുന്നതും. പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയ, എനിക്ക് തോന്നുന്നു സിനിമയിൽ ഒരുപക്ഷെ ഞാൻ പണ്ട് ഇത് അവനോട് പറഞ്ഞിട്ടുണ്ട്. ചില മുഹൂർത്തങ്ങൾ എനിക്ക് തന്നെ ഞാനിതിങ്ങനെ അത് അഭിനയത്തിലേക്ക്, പ്രകടനത്തിലേക്ക് ട്രാൻസാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ ഒരു ഇമോഷൻ എന്ന് പറയുന്നതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചില മൊമെന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ സീൻ വായിച്ച് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന് ഇതെങ്ങനായിരിക്കും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് 3 സ്പോട്ട്സ് ഉണ്ട്. പ്രീ ക്ലൈമാക്സ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ക്ലൈമാക്സ് എന്നും പറയാം. 3 സ്പോട്ട്സ് ഉണ്ട്. അതിൽ ഈ തൊലിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടൊരു എക്സലൻ്റ് ആണ്. അപ്പോൾ എനിക്കറിയാം ഇത് എങ്ങനെയും ചെയ്തേ പറ്റൂ
ഇത് വിട്ടുകളയില്ല എന്നുള്ള ഒരു വിശ്വാസം ഉം. അല്ലെങ്കിൽ ആ ഒരു നിശ്ചയം ഉറപ്പായിട്ടും ഈ മുഹൂർത്തങ്ങൾ അവൻ പ്രതീക്ഷിച്ചിട്ട് തന്നെ ആവണം. ഞാൻ അതിന്റെ ആ ഡിഫിക്കൽട്ടീസേ ഞാൻ പറഞ്ഞുള്ളൂ, അതൊരു കുറ്റപ്പെടുത്തലല്ല. അല്ല റയറായിട്ട് കിട്ടുന്ന കഥാപാത്രങ്ങളുണ്ടല്ലോ പെർഫോം ചെയ്യാൻ വളരെ അങ്ങനെ കിട്ടാറില്ല. കാരണം യൂഷ്വൽ കുറെ ക്യാരക്ടേഴ്സ് ചെയ്യും, പക്ഷെ ഇത് പെർഫോം ചെയ്യാനുണ്ട്, ഇത്തിരി ചലഞ്ചിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ നീ ആ പെർഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ എന്തായിരുന്നു ഒരു അഭിപ്രായം പറഞ്ഞു? ഓർമ്മയുണ്ടായിരിക്കട്ടെ. എന്താ ഞാൻ പറഞ്ഞ? ഇത് ഞാൻ ഇതിനു മുമ്പ് എപ്പോഴാ പറഞ്ഞ? പാർവതി തിരുവോത്തുമായിട്ടുള്ള സിനിമ, ഷറഫുദ്ദീനൊക്കെയുള്ള ആർക്കറിയാം, അതിന് ഞാൻ പറഞ്ഞില്ലേ? അയ്യപ്പനും കോശിക്കും ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ ഇതിനും ഞാൻ പറഞ്ഞു. ആ ഒരു മൊമെന്റ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഈ സിനിമ അങ്ങനെ വിലയിരുത്തപ്പെടുകയാണെങ്കിൽ ദിസ് ഇസ് വൺ സ്പോട്ട്, ദാറ്റ് വൺ ഇസ് ദി അതർ സ്പോട്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിസ് ഓൾസോ ആഡ്സ് ടു ദ സ്പോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ, തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ. അന്നേരം എനിക്കിതിൽ അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല കേട്ടോ. അത് വേറെ ലെവലിലാ പിടിച്ചിരിക്കുക. ഞാനും ഡബിങ് തിയേറ്ററിൽ പോയി കുറച്ചൊക്കെ കണ്ടതാ. അപ്പം നമ്മള് കണ്ടു, രണ്ടുപേരുടെയും പെർഫോമൻസ് ഒക്കെ ഞാൻ കണ്ടതാണ്. കുറച്ച് എനിക്ക് ഈ പറഞ്ഞ രണ്ടുപേരെ ഞാൻ കണ്ടത്. അപ്പം സ്പൈ വർക്ക് ഉണ്ടല്ലേ? ഞാൻ അഭിനയിച്ചല്ലേ? ഇതാണോ ഗരുഡൻ? ഞാൻ അഭിനയിച്ചല്ലേ? ഇതാണോ ഗരുഡൻ? ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചല്ലോ, അപ്പൊ ഞാൻ ഡബ് ചെയ്യാൻ കണ്ടല്ലോ. അതെ, അത് നമ്മുടെ പോർഷൻ മാത്രം കണ്ടാ പോരെ, ബാക്കിയുള്ള റീലിങ്ങനെ മാറ്റി വേണ്ടിട്ട് കണ്ടേക്കാന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ നല്ലൊരു സിനിമയായിട്ട് ഈ നാക്ക് പൊന്നാകട്ടെ, അത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. അഭിരാമിലേക്ക് വരുവാണ്. രണ്ടുപേരും പറയുന്നതെല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ട് ഇടയ്ക്കിടെ കൈ ഒപ്പുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ബിജുമോന്റെ നായികയായിട്ട് അഭിനയിച്ചു തുടക്കം അല്ലെ? അങ്ങനെയാണ് നേരത്തെ ഞാൻ സംസാരിച്ചത്. അതിന്റെ നിമിത്തമായത് ഈ പുള്ളിയാണ്. അതാണ് അതിലേക്ക് വരാൻ പോവുക. അതിലും നിമിത്തമായ സുരേഷ് ചേട്ടനാണ്. ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷം വരിക. അതെ, മോഹൻലാലിന്റെ കൂടെ, ജയറാമിന്റെ കൂടെ, ബിജുവിന്റെ കൂടെ. പക്ഷെ എന്റെ കൂടെ ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാ കിട്ടിയത്. അപ്പോഴത്തേക്ക് എപ്പോഴാ? 2014. അതെപ്പോഴാ? 98. അത് കറക്റ്റാ, അത് ശരിയാ. 16 years. തമിഴ് ചെയ്തു. 16 years. മലയാളത്തിൽ കുറെ താമസിച്ചു. മലയാളത്തിൽ Why? എനിക്കറിയോ, ആ, സുരേഷ് നീ മറ്റൊരു ബിജുമനായതാണ്. Were you trying to sculpt out? അതെ, മന്ത്രവാദി ഇറങ്ങിയാൽ പിന്നെ കോഴിക്ക് കിടക്കപ്പുറതിയില്ല. ഉദാഹരണത്തിൽ എത്തുവാണെന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ കുറെ വർഷങ്ങൾക്ക് ശേഷം അല്ലെ ഇവിടെ എത്തുന്നു, രണ്ടുപേരെ കാണുന്നു അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? പക്ഷെ ബിജുവേട്ടനെ ഞാൻ ഇന്നാണ് കാണുന്നത്. ആ ഒരു 10 വർഷം എങ്കിലും ആയിട്ടുണ്ടാവും. ഒരു ഇരുന്ന് സംസാരിച്ച് ഇത്രയും സമയം അടുത്തിരുന്ന് സംസാരിച്ചിട്ട് ഒരു 10-15 വർഷമായിട്ടുണ്ടാവും. 15 വർഷം 10 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും. അത് എന്താ പറയുക, ഏതെങ്കിലും ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ചിട്ട് കാണുക, ദൂരെ നിന്ന് കാണുക, സുഖാണോ എന്തൊക്കെയുണ്ട്, നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ജസ്റ്റ് ഒരു പുതുക്കൽ എന്നുള്ള അത്രേ ഉള്ളൂ. പരിചയം പുതുക്കൽ അത്രേ ഉള്ളൂ. പക്ഷെ ഐ മീൻ എനിക്ക് സത്യം പറയണോ, ഇപ്പം സുരേഷിനും പറഞ്ഞു, ബിജുവേട്ടനും പറഞ്ഞു, കഥ ഇരുന്ന് കേട്ടു, നറേഷൻ ഫുള്ള് കേട്ട് കഥയിൽ ഇംപ്രസ് ആയിട്ട് വന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞത്. എന്റെ അടുത്ത് ആക്ച്വലി അരുണും ഞാനുമായിട്ട് ഒരു 10 മിനിറ്റ് ഒരു ഫോൺ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. എന്റെ ക്യാരക്ടറിന്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു, ആ പടത്തിന്റെ ഒരു ത്രെഡും പറഞ്ഞു. ഇത്രയും ഞാൻ കേട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. അത് ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് അയച്ചു തന്നെ. പക്ഷെ ആ സ്ക്രിപ്റ്റ് വായിക്കും തോറും ഒരു ത്രില്ലർ നോവൽ വായിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാനത് പൂട്ടി വെച്ചു. ബിക്കോസ് എനിക്ക് ഇത് പടത്തിൽ കണ്ട് എനിക്കത് ആസ്വദിക്കണം. ആരാണ് എങ്ങനെയാണ് ഒരാളെ കടത്തി വെട്ടുന്നത്, അതിന്റെ ആ ഒരു ട്വിസ്റ്റ്സ് ആൻഡ് ടേൺസും എനിക്ക് നേരത്തെ മുൻകൂട്ടി അറിയണ്ട എന്ന് പറഞ്ഞിട്ട് ഐ വാണ്ടഡ് ടു എൻജോയ് ദിസ് ആസ് എൻ ഓഡിയൻസ്. അത് എത്ര മിനിമം എനിക്ക് അറിയാനോ അത്ര അറിഞ്ഞാൽ മതി എന്നുള്ളതിൽ വെച്ച് ഞാൻ സ്ക്രിപ്റ്റ് അങ്ങ് പൂട്ടി വെച്ചു. ഇങ്ങനെ സംവിധായകൻ വിചാരിച്ചിരുന്നെങ്കിലോ സ്ക്രിപ്റ്റ് വായിക്കാതെ സിനിമ കാണുമ്പോ എൻജോയ് ചെയ്യണം എന്നാ സംവിധായകൻ വിചാരിച്ചിരുന്നെങ്കിൽ സംവിധാനം പ്രേക്ഷകരുണ്ടെങ്കിൽ സസ്പെൻസ് കൊടുക്കാൻ. അല്ല, പക്ഷെ ഞാൻ യെസ് പറയാൻ കാരണം എന്താ, രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്, 2 കാരണങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ലിസ്റ്റിന്റെ കൂടെ ഒരു പടം ചെയ്യണമെന്ന് കുറേ നാളായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത്
ഒരെണ്ണം വന്നു തട്ടിപ്പോയി, പിന്നെ അങ്ങനെ പൊക്കോണ്ടിരിക്കുവായിരുന്നു. ലിസ്റ്റിന്റെയും പ്രൊഡക്ഷൻ ആണെന്ന് അറിഞ്ഞതിൽ സന്തോഷമായിരുന്നു. പിന്നെ കുറെ നാൾക്ക് ശേഷം ഒരു മലയാളം സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യം അതിൽ എനിക്ക് ശരിക്കും എൻ്റെ ഒരു വീട്ടിലോട്ട് വരുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ യെസും പറഞ്ഞത്, കൺകൂട്ടി യെസും പറഞ്ഞത്. പിന്നെ ആ ഒരു 10 മിനിറ്റ് കോൺവെർസേഷൻ ഞാൻ പറഞ്ഞില്ല, രണ്ടും കൂടെ ഉള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞില്ലേ, അതിൽ എനിക്ക് ഒത്തിരി ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഈവൻ ദോ പുള്ളിക്കാരന്റെ ഫസ്റ്റ് സിനിമയാണെങ്കിൽ പോലും വളരെ ഈ ക്രാഫ്റ്റിനെ വളരെ സെൻസിബിൾ ആയിട്ട് ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. ഒരു പാഷൻ മൂത്ത് ആ ഒരു വിഭ്രാന്തിയിൽ വരുന്ന ഒരു മനുഷ്യന്റെ അല്ല, ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു തീവ്രതയാണ് എനിക്ക് അതിൽ ശ്രദ്ധിക്കാൻ പറ്റിയത്. സോ അതെനിക്ക് ഇറ്റ് ക്ലിക്ഡ് വിത്ത് മീ. ഈ പറഞ്ഞതുപോലെ 10 വർഷത്തോട് ശേഷമാണ് ഇന്ന് നേരിട്ട് കാണുന്നത്. അതെ. ആ കണ്ട മാറ്റം ഞാൻ നേരിട്ട് കണ്ടില്ലെങ്കിലും ഒരു പ്രേക്ഷകയായിട്ട് ഞാൻ ബിജുവേട്ടന്റെ എല്ലാ പടങ്ങളും കാണുന്നുണ്ട്. ആൻഡ് ഐ ഹാവ് ഗ്രോൺ ഫ്രം എ ഫ്രണ്ട് ടു എ ഫാൻ എന്ന് ഞാൻ പറയും. ഡെഫിനറ്റ്ലി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ബിജുവേട്ടന്റെ മുന്നിൽ നിന്ന് ഞാൻ എന്റെ ഫസ്റ്റ് സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുന്നത്, പത്രം സിനിമയിലെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് ആക്ച്വലി ഞാൻ സുരേഷ് ചേട്ടന്റെ കൂടെ ചെയ്യേണ്ട സീനാണ് ബിജുവേട്ടന്റെ കൂടെ ചെയ്തത്. ബിജുവേട്ടന് ഒരു പിടിയില്ല ഇതെന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. സോ ബിജു അഭിനയിച്ചത് എന്റെ സ്ക്രീൻ ടെസ്റ്റ് ആയിരുന്നു. ഞാൻ ചെയ്യാം ഇല്ലടാ, ന്യൂ കമർ അല്ലേ, ചിലപ്പോ നീ ഒന്ന് മുമ്പ് നിന്ന് വിറയ്ക്കും. ഞാൻ പറഞ്ഞു ഇനി ചെന്ന് നിൽക്കാൻ പോകുന്നത് മഞ്ജു വാര്യർ എടുത്താ, അപ്പൊ അത് വിറയ്ക്കത്തില്ലേ, നോക്കാം പറഞ്ഞു. അവസാനം ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോ ജോഷിയേട്ടൻ പറഞ്ഞു മഞ്ജു വിറച്ചെന്നാ തോന്നുന്നു. യെസ്, മഞ്ജു കേക്ക തന്നെയാ പറഞ്ഞത്. മഞ്ജു ശരിക്കും ഞെട്ടിപ്പോയി. കാരണം റിഹേഴ്സലില് നീ അന്ന് അവിടെ ആ നെറ്റോ ബംഗ്ലാവിൽ വെച്ച് ചെയ്യാത്ത ഒരു നമ്പർ നീ ചെയ്തു. നടന്ന ഡയലോഗ് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മഞ്ജുവിന്റെ തോളിലോട്ട് കൈയിട്ട് ബാക്കി പറഞ്ഞു. വാച്ച് ദ ഫിലിം അഗൈൻ. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞെട്ടിച്ചു കളഞ്ഞു. മഞ്ജു ഞെട്ടിന്നാ തോന്നുന്നു. ഭയങ്കര കാഷ്വലായി ആ ഒരു ന്യൂ കമർ എന്ന് പറയുന്ന ഒരു സീനിയർ ആക്ടറിന്റെ അടുത്ത് ഉള്ള ആ ഒരു ചേഷ്ട എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താണ്. ഹൗ സ്വീറ്റ്. എനിക്ക് സന്തോഷമായി. ബിജുവേട്ടൻ ഈ ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടോ ഇല്ലല്ലോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം അല്ല, നമ്മളെന്താ പറയാ, പലയിടത്തും നമ്മൾ പറയാത്തതും അറിയാത്ത ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ഇരിക്കാൻ സമയങ്ങൾ കിട്ടാത്തോണ്ടാണ്. ഈ പറഞ്ഞ കാര്യം പറയാ, അരുണിന്റെ ഫസ്റ്റ് മൂവി എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പെർഫോം ചെയ്യുന്ന നോക്കും, അത് കഴിഞ്ഞിട്ട് കറക്ഷൻസ് നോക്കിയിട്ടേ പറയുള്ളൂ. കറക്റ്റ് അങ്ങനത്തെ സബ്ജക്ട് ഡീൽ ചെയ്യുന്നോണ്ട് അശ്വൻ തറവായിരുന്നു, ഞങ്ങള് കംഫർട്ടബിൾ ആയിരുന്നു വെക്കുക. എല്ലാവരും ചെയ്യുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ പ്രഷറാണ് തീരുമാനിക്കേണ്ടത്. പ്രഷറാണ് വിധി എഴുതുന്നത്. പ്രഷർ അതിനുള്ള കഴിവുള്ള പ്രഷറാണ്, മലയാളി പ്രഷർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുരേഷ് ചേട്ടനായിട്ട് ഫോണിൽ വിളിക്കുമായിരുന്നു. എന്റെ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടാവും. പല ഫോൺ കോളുകൾ ബന്ധമുണ്ടായിരുന്നു. നേരിട്ടില്ലെങ്കിൽ ഫോണിൽ ദേഷ്യപ്പെടാറുണ്ടെന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ചേട്ടനോ? എന്റെ അടുത്തോ? തിരിച്ചു ഞാൻ തിരിച്ചു സുരേഷ് ചേട്ടനെ ദേഷ്യപ്പെടും. അന്ന് സുരേഷ് ചേട്ടൻ ദേഷ്യപ്പെടും. ഒത്തിരി നാൾ കൂടിയൊക്കെ വിളിക്കുമ്പോ അല്ല, ഞാൻ ഏതെങ്കിലും ഇന്റർവ്യൂല് വിഡിതം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചീത്ത പറയാറുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. അത് ഏത് ഇന്റർവ്യൂ നമ്മളിപ്പോ പറയണ്ട, പറഞ്ഞതിനല്ല, അങ്ങനെ ഒരു അശ്രദ്ധ, ഒരു ജാഗ്രത കുറവ് വന്നു. അതെ, അത് എന്നെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു. അതെ, പറഞ്ഞിട്ടുണ്ട്. പെണ്ണല്ല, നീ ഒരു പെൺകുട്ടിയാണ്. എന്നെ ആയിരിക്കില്ല ചീത്ത വിളിച്ചത് നമ്മുടെ ഇന്റർവ്യൂ. അല്ല, എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് ചീത്ത വിളിച്ചിട്ടില്ല ഇല്ലെന്നാണോ? ഇത് അപ്പോഴല്ല, ഞാൻ ഗരുഡിൽ വന്നപ്പോഴാണോ ഇന്റർവ്യൂ എടുക്കുന്നത്. കുറെ നാളെ വിശേഷം പിന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചാ പോരാ. ടൈം സ്പേസ് പോലെ അതൊരു റൂം ബുക്ക് ചെയ്തിട്ട് കെട്ടിയിട്ടിട്ട് മൊത്ത കാര്യങ്ങളിലേക്ക് തന്നെ പോകും അല്ലേ? അല്ല സുരേഷ് ചേട്ടാ, മൊത്തം കാര്യങ്ങൾ അല്ല, ഞാൻ പറഞ്ഞു തന്നെ തുടങ്ങാം. സുരേഷ് ചേട്ടന്റെ ഫോണിലൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. സുരേഷ് ചേട്ടനാണ് എപ്പോഴും എന്റെ ഇന്റർവ്യൂ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്കൊരു സ്പേസ് തന്നത് സുരേഷ് ചേട്ടനാണെന്ന് എന്നോട് എപ്പോഴും പറഞ്ഞു. അതെനിക്കിപ്പോഴും മറക്കാൻ, എനിക്ക് ഞാൻ എടുത്ത ഇന്റർവ്യൂ പറഞ്ഞ സുരേഷ് ചേട്ടൻ എനിക്കൊരു സ്പേസ് ഇവിടെ തന്നത് എന്ന്. ഒഹായോയില് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. കോവിഡ് ടൈംസ് അതും പറഞ്ഞു, കോവിഡ് ടൈമിൽ വിളിക്കാറുണ്ടെന്ന് എല്ലാ കാര്യം പറഞ്ഞു. എല്ലാ കാര്യം പരിചയമുള്ള ആൾക്കാര്, സിനിമാക്കാരെ മാത്രമല്ല, എല്ലാവരെയും ഈ കോവിഡ് സമയത്ത് ഞാൻ എല്ലാവരെയും വിളിച്ച് സിറ്റുവേഷൻ ഒക്കെ ചോദിക്കുമായിരുന്നു. ഒരുപാട് പേരെടുത്ത്. ഇപ്പം
US ന്യൂയോർക്കിൽ തന്നെയുള്ള ന്യൂജേഴ്സിയിലുള്ള മധു കൊട്ടാരക്കര, പിന്നെ ഒരു ദിലീപ് അങ്കിളുണ്ട്, അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്, അനിയൻ ജോർജ്, അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം വിളിച്ച് ഞാൻ അന്വേഷിക്കുന്നു. ബിജു കട്ടത്തറ കാനഡയിൽ, അവിടെ തന്നെയുള്ള ഒരു നമ്മുടെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ കാനഡയിലെ, അയ്യോ അയാൾ ഇത് കണ്ട അയാള്, ഞാൻ ചേട്ടൻ എന്റെ പേര് പോലും പറയാൻ പറ്റുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമാക്കും ഇത്. ഇല്ല മനസ്സിലായില്ല. അയ്യോ എനിക്ക് പെട്ടെന്ന് ആ പേര് വരുന്നില്ല. പ്രൊഡ്യൂസറാണ്, 2 പടം ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഒരു പടം ചെയ്തോണ്ടിരിക്കുകയാണ് കാനഡയിലുള്ള. സുരേഷ് എന്താ പറയുക, നമുക്ക് ഫീൽ ചെയ്യുന്ന ഇപ്പം സിനിമയ്ക്ക് അപ്പുറത്ത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ആവശ്യങ്ങൾ വരും, ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ്, അപ്പൊ നമുക്ക് സിനിമയിൽ നിന്ന് ചോദിക്കാൻ തിരക്കുള്ള ആൾക്കാർ നമുക്ക് പേഴ്സണലി ഒരാളോട് ചോദിക്കണം തോന്നുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നതും ചോദിക്കാൻ തോന്നുന്നതും സുരേഷ് ചേട്ടനോടാണ്. പല പേഴ്സണൽ കാര്യങ്ങളും പേഴ്സണലായിട്ട് സിനിമയുടെ അല്ലാത്ത മറ്റുള്ള ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ബ്രദർലി ഉപദേശവാനുണ്ട് വളരെ ജെന്യുവനായിട്ട്. അപ്പൊ പലരും സിനിമയിലുള്ള ഒരുപാട് പേർക്ക് അല്ലാത്ത ആൾക്കാരും പല കാര്യങ്ങളും സുരേഷ് ചേട്ടനെ വിളിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ സുരേഷയുടെ ഈ പറഞ്ഞു വെച്ചതിൽ നിന്ന് തുടങ്ങണം. അഭിരാമി കുറെ നാളുകളായിട്ട് സിനിമയിലില്ലാതെ ഇപ്പൊ ലിസ്റ്റിന്റെ സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ലിഷും സുരേഷ് ചേട്ടനും ബിജുവിനുള്ള സിനിമയിലേക്ക് വരുന്നു. അഭിരാമി ഇടയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കാതിരുന്ന എന്താണ്? ക്ഷേമാന്വേഷണം മാത്രം. ആര് വിളിക്കാതിരുന്നു? സുരേഷ് തമ്മിൽ എന്റെ ഒരു സിനിമ, എനിക്കേ സിനിമയില്ലായിരുന്നു, പിന്നെ ഞാൻ വിളിക്കുന്നത് എനിക്കേ ഇല്ലല്ലോ. അതേ ക്വസ്റ്റൻ ഇങ്ങോട്ടും ചോദിക്കണേ. അവൻ ഒരുപാട് സിനിമ ഞാൻ വെരി ഫ്രാങ്ക്, ഞാൻ സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കാസ്റ്റിംഗ് മേഖലയിൽ ഞാൻ ഇടപെടാറേ ഇല്ല. ടോട്ടൽ അതിനോട് ചോദിക്കും, ആരോട് വേണം സജഷൻ പറയാലോ, ആരൊക്കെ ആയിരിക്കും നോക്കും, അവരിങ്ങോട്ട് പറയും ഓക്കെ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ കുറച്ച് ഒരുമിച്ചിരുന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. നമ്മൾ വേറെ എല്ലാ കാര്യങ്ങളും സിനിമയും പോകുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളും പറഞ്ഞു പോകുന്നു തന്നെ എനിക്കും തോന്നിയത്. അല്ല, ഇതിൽ പറയും പലർക്കും വിഷമം തോന്നാം, നമ്മൾ ഓർക്കാറില്ല, മറക്കാറില്ല, നമുക്ക് എല്ലാവർക്കും തോന്നാം. പക്ഷെ ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഫസ്റ്റ് ഫിലിം ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടറോട് അയാൾക്ക് ഒരുപാട് ചിന്തകളുണ്ട്, അയാൾക്ക് ഒരുപാട് പ്ലാനിങ്ങുകളുണ്ട്. നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ഇഷ്യൂ ഉണ്ടാകുന്ന ഒന്നുമില്ല, ആരൊക്കെയാണ് എന്താണെന്ന് ചോദിക്കുന്നത്. ഒരു മാറ്ററിൽ ഞാൻ ഇടപെടില്ല. ഐ തിങ്ക് അല്ലേ? അല്ല, അതിലിപ്പോ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നില്ല, അഭിരാമി ആഗ്രഹിച്ച 2 പേര് ഒരുമിച്ച് അഭിനയിക്കാൻ വരുന്നുണ്ടായി, ലിസ്റ്റ് സ്റ്റീഫനും ഉണ്ടായി. അതെ, അതാണ്. അല്ല ഇനിയിപ്പോ എനിക്ക് ഇനി അഭിനയിക്കാമല്ലോ. പിന്നെ ഇനി തീർച്ചയായും ഇനി മറക്കല്ലോ. മറക്കുന്നല്ല, അല്ല ഇനിയിപ്പം താനും പറഞ്ഞു എല്ലാം നമ്മളൊന്നും നമ്മളുടെ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ആ സമയത്ത് ഓർമ്മ വരികയും നടക്കുന്ന എല്ലാവരും. നമ്മള് പ്രൊഡ്യൂസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളാലേക്കും ഡയറക്ടറിന്റെ അടുത്ത് പറയാം ഇന്ന നായിക ഉണ്ടോ, അടുത്ത കല്ലെടുത്ത് വെച്ച് ഞാനാ ഇനി ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേ ഇല്ല എന്ന് തീരുമാനിച്ചു. അഭിരാമി അഭിനയിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസിംഗ് മാറ്റി വെക്കുകയാണോ? ഞാനാ ഇത് ശരിയല്ല കേട്ടോ, നിനക്ക് ടാഗ് കിട്ടിട്ടോ. ഒരുമിച്ചറ്റാക്കിയതൊന്നും ഞാൻ എനിക്കിനകത്ത് പങ്കയില്ല സുരക്ഷടാ, എനിക്കിനകത്ത് പങ്കയില്ല. എന്തായാലും നിങ്ങൾ രണ്ടുമായിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ഹൈപ്പ് ഉണ്ടാകാൻ പോകുന്നത്. അത് തന്നെയാണ്. അതിന് യാതൊരു മാറ്റം നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്നു. അല്ല, അതൊക്കെ ഉണ്ടാവാം, അതൊക്കെ ഡയറക്ടറുടെ അല്ല, ഈ കഥയുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ അത് അങ്ങ് എന്താണ് ഡിമാൻഡിങ് ആവരുത്. തീർച്ചയായും അങ്ങനെയല്ല. ഈ കഥയ്ക്ക് എന്താണോ യോഗ്യത അതെല്ലാം ഞാനായിട്ടും ബിജുവായിട്ടും അഭിരാമിയായിട്ടും ദിവ്യാപിള്ളയായിട്ടും സിദ്ദിഖായിട്ടും ഇതിനകത്ത് ജഗദീഷ് ഏട്ടനായിട്ടും എടുത്തു പറയേണ്ട ആദ്യത്തെ പേര് അതാണ്. ജഗദീഷ് ഏട്ടൻ്റെ ഒക്കെ ലുക്ക്. ഇനി അത് മാത്രമല്ല, ഞാൻ മൂസ ചെയ്തപ്പോഴും പാപ്പൻ ചെയ്തപ്പോഴും കാവലിനും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാ. ഞാൻ ദി അതർ ബെറ്റർ എക്സലൻസ് എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് പ്രൊജക്റ്റ് ചെയ്ത് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉമ്മയും മകളും, ജഗദീഷ് ഏട്ടൻ്റെ ഭാര്യയുടെ റോൾ ചെയ്യുന്ന സ്ത്രീ, അവർ ശരിക്കും ഉമ്മയല്ല, അതിനകത്ത് കഥാപാത്രമായിട്ട് വരുന്നത് ഒരു ഉമ്മയും മകളുമാണ്. ആ കുട്ടിയും മനോഹരമായിരുന്നു. ഈ ഉമ്മ വാസ് ടു ഗുഡ്. ജഗദീഷ് ഏട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന സ്ത്രീ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര നാച്ചുറൽ ആക്ടിങ്, നമ്മളെയൊക്കെ അതിശയിപ്പിക്കും. അവരെ അതിനു മുമ്പ് ഞാൻ സിനിമയിൽ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഹിഡൻ ടാലൻസ് അല്ലെങ്കിൽ എവിടെയൊക്കെ മറഞ്ഞു കിടക്കുന്ന
ടാലൻസ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് ഇനി ചിലപ്പോൾ ഒരു ഹണ്ട് നടത്തേണ്ടി വരും പലപ്പോഴും. സിനിമയുടെ ഒരു സ്വഭാവം വെച്ച് അങ്ങനെ ഒരു ഹണ്ട് നടത്തുക എന്ന് പറയുന്നതിനുള്ള സ്പേസ് വളരെ കുറവാണ്. അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പലപ്പോഴും ആ ഹണ്ടിന് വേണ്ടി പ്രചോദിപ്പിക്കത്തില്ല. പടത്തിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായാലും ഡയറക്ടോറിയൽ സൈഡ്, പിന്നെ പറയുന്ന അതിനകത്ത് ഇടപെടുന്ന ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് അങ്ങനെ ഒരു ഹിഡൻ ടാലന്റിനെ എവിടെങ്കിലും പോയി ഹണ്ട് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറയുന്ന കാലഘട്ടത്തിലേക്കും പൂർണ്ണമായിട്ട് ഇന്നും സിനിമ എത്തിയിട്ടില്ല. ഈ നമ്മുടെ അരിസ്റ്റോ സുരേഷ് അങ്ങനെ ഒരു എക്സലൻസ് അല്ലേ? തീർച്ചയായിട്ടും ഒരു റസ്റ്റിക്, നമ്മൾ ഒരുപാട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കാറിലിരുന്നൊക്കെ ചിലപ്പോൾ പേടിച്ച് ഭയത്തോടെ കണ്ടിട്ടുള്ള ചില റസ്റ്റിക് ഫോർമേഷൻസ് ആണ് അവരുടെ ബിഹേവിയർ എന്നൊക്കെ പറയുന്നത്. അരിസ്റ്റോ സുരേഷിനെ എനിക്ക് എപ്പോഴും അങ്ങനെ ഉണ്ട്. അതുപോലെ വേറെ മൊണോട്ടണി ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ലാത്ത ഒരു ആക്ടർ ഇന്ദ്രൻസ്. ഇന്ദ്രൻസിനെ ഞാൻ ഒരുപാട് സിനിമകളിൽ എൻ്റെ കൂടെ കോമാളി വേഷങ്ങളൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോത്തിക്കരിയിൽ ഞാൻ കണ്ട എക്സലന്റ് ആക്ടർ വാസ് ഇന്ദ്രൻസ്. ഞാൻ അന്ന് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു നാഷണൽ അവാർഡ് പ്രതീക്ഷിച്ചാണ്. അത് കഴിഞ്ഞ് ഒരുപാട് സിനിമകളിൽ എനിക്കത് തോന്നിയിട്ടുണ്ട്. ഹോമിന് ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാണ്, എന്നിട്ട് തന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്കെന്തോ ഇതിലങ്ങനെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാണ്. പക്ഷെ ഒന്ന് സ്ലിപ്പ് ചെയ്ത് വേറൊരു ബ്രാക്കറ്റിൽ എന്നാലും വീണു. എന്നാലും ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. അയാൾ സാറ്റിസ്ഫൈഡ് ആവും, അതെ, ബട്ട് ഹീ ഡിസേർവ്സ് മോർ, എ ബെറ്റർ accolade or accolades. അത്രയ്ക്ക് എസൻസ് ഉള്ള ആക്ടറാണ്. ഞാൻ പറയുന്നതാ, നമുക്ക് സൗഖ്യം, ആനന്ദം എന്ന് പറയുന്നത് പൂർണ്ണത കാണുമ്പോഴാണ്. അങ്ങനെ പൂർണ്ണതയിലെത്തുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന കലാകാരന്മാരുണ്ടാവും. ഈ സിനിമയിൽ എനിക്ക് ഒന്ന് ജെനുവിൻ പെർഫോമൻസസ് വന്നിട്ടുള്ളത്, ഒന്ന് ജഗദീഷ് ചേട്ടൻ, ഒന്ന് ഈ പറഞ്ഞ ഉമ്മ. എനിക്ക് തോന്നുന്നു അത് രണ്ടും എടുത്തു പറയേണ്ട. അത് വലിയ സംഭവങ്ങളൊന്നും അല്ല സിനിമയിൽ, എന്നാലും ഇത്രയും നാച്ചുറലായിട്ട് നമുക്ക് തോന്നും. ഇത് ആ വീടിന്റെ ആർട്ട് ഡയറക്ഷനൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ മനോഹരമായിട്ടാണ്. ഞങ്ങളത് മട്ടാഞ്ചേരിയിലെ ഒരു കോളനിക്കകത്താണ്, ചാലിന്റെ സൈഡിലുള്ള ഭയങ്കര ദുർഗന്ധം അതിനകത്ത്. ആ വീട്ടിലാണ് പോയി ഷൂട്ട് ചെയ്യുന്നത്. നമ്മളല്ല, അവര് പൊളിക്കും. അതെ, ഞാൻ പ്രേക്ഷകൻ തന്നെ നമ്മൾ വിളിക്കുന്നതാണ് സിനിമ കണ്ടിട്ട്. എല്ലാവരും എല്ലാവരും നല്ലൊരു കോസ്റ്റിന് വേണ്ടി എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഡബിങ്ങിന് എന്നപ്പം ഞാൻ പറഞ്ഞത് പെർഫെക്റ്റ്ലി എച്ച്ഡ് ബൈ അജയ് ഡേവിഡ് കാച്ചപ്പള്ളി. എനിക്ക് പഴയ ജയനൻ വിൻസെന്റ്, അജയൻ വിൻസെന്റ് ആ ബ്രാക്കറ്റിലേക്കാണ് ഞാൻ അജയനെ പെടുത്തുന്നത്. ഹി വിൽ ബി എ വെരി റെസ്പോൺസിബിൾ cinematographer. He will be. ഈ അഞ്ചാം പാതിര മിഥുമാനുള്ള വലിയ സിനിമയാണ്. അതിൽ നിന്നൊക്കെ മാറിയാണ് ഈ സിനിമയിലേക്ക് മിഥുമാനുവൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ കൈകളിലൂടെ വരുന്ന വരികൾ എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റുകൾ, അത് എത്രമാത്രം ഫലിപ്പിക്കാൻ കഴിയുന്നത് ഒരു ക്യാമറമാനും ഒരു ഡയറക്ടറും കഴിഞ്ഞിട്ടുമുണ്ട് അല്ലെ? സിനിമ എൻ്റെ ടീം വർക്കാണ് ഒരു സിനിമ, എസ്പെഷ്യലി ഇത്തരം കഥകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നല്ല ടീം വർക്ക് ആവശ്യമാണ്. കാരണം എല്ലാവരും വളരെ കീനായിരിക്കണം, ഓരോ മേഖലയിലൂടെ പോകും. ആ രീതിയിൽ എല്ലാവരും ഈക്വലി കേട്ടോ, ഒരാളുടെ പേരെടുത്ത് പറയാതെ ഈക്വലി എല്ലാവരും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നു ഈ മൂവിക്ക്. പിന്നെ അതിനുള്ള സ്പേസ് പ്രൊഡ്യൂസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊക്കി പറയാൻ വേണ്ടി എല്ലാ സ്പേസും എല്ലാവരും കൊടുത്തിട്ടുണ്ട്, എല്ലാവരും നന്ന് വർക്ക് ചെയ്യുന്നു. ഇനി നമ്മളിങ്ങനെ ഇരുന്ന് ഘോരമായിട്ട് പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും സിനിമയെ കുറിച്ച് നമ്മൾ എന്തോരം പുഷ് ചെയ്ത് പറഞ്ഞിട്ടാണ് പ്രേക്ഷകരാണ് വിധി എഴുതുന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. പ്രേക്ഷകർ വിധി എഴുതുക തന്നെ ചെയ്യും. നമ്മൾ എക്സാം എഴുതി വെച്ചിരിക്കുകയാണ്, ഇനി മാർക്കുണ്ട്, പ്രേക്ഷകരാണ്, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. സുരേഷിന്റെ പെട്ടെന്നാണ് ചേഞ്ചിങ് അല്ലെ? സുരേഷിന്റെ സംസാരത്തിൽ നിന്നാണെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ഉണ്ട്, സുരേഷിന്റെ അഭിനയിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ചേഞ്ച് ഉണ്ട്. എങ്ങനെയാണ് പെട്ടെന്നൊരു ചേഞ്ചിലേക്ക് മാറുന്നത്? എല്ലാം നീഡ് ഓഫ് ദി ആർ. എന്താണ് ഈ മുഹൂർത്തം ആവശ്യപ്പെടുന്നത്?
അത് കൃത്യമായിട്ട് എന്തോ ഒരു ദൈവികം കൊണ്ട് മാത്രം ഞാനിങ്ങനെ ഉന്തിത്തള്ളി പോകുന്ന ഒരു കൈവണ്ടിയാണ്. അത്രേ ഉള്ളൂ. അത് വരുന്നു. ഇറ്റ്സ് ഫോളോയിങ് ഇൻ പ്ലേസ് എന്നാ ഞാൻ പറയും. എനിക്ക് കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഫോട്ടോ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആഴത്തിൽ തറച്ച ഒരു ഫോട്ടോയാണ്. സുരേഷേട്ടൻ എവിടെയോ സ്റ്റേജിൽ നിൽക്കുകയാണ്, ഒരു ഉമ്മ വന്നിട്ട് ഒരു പേപ്പർ തരുന്നു. ഫോട്ടോ അല്ല, അത് വീഡിയോ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ആണ് ഒരു എന്തോ മെമ്മോറാണ്ടാന്ന് എനിക്ക് തോന്നുന്നു തരുന്നിട്ട് സംസാരിക്കുന്നത് എന്താന്ന് നമുക്ക് യാച കേട്ടില്ല. ഉമ്മ ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് വിട്ടു പോകുന്നത്. ഞാൻ കാണുന്നു കയ്യിൽ ഉമ്മ വന്നിട്ട് പോകുന്നു. എനിക്ക് മനസ്സിന്റെ ആഴത്തിൽ തട്ടിയൊരു വീഡിയോ ആണ്. ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ച് സങ്കടകരമാണ്. സമൂഹം നല്ലതുപോലൊരു ആസിഡ് വാഷിന് പോകണം. മതം എന്ന് പറയുന്നത് അവകാശമാണ്. കുത്തിത്തിരികലാവരുത്, അടിച്ചേൽപ്പിക്കലാവരുത്. സമൂഹത്തിന് ഒരുപാട് റിഫൈൻമെന്റ് ആവശ്യമാണ്, ശുദ്ധീകരണം വേണം. എല്ലാ മതത്തെയും മാനിക്കണം. ഒരു മതത്തെയും മതിൽ കെട്ടി ദ്രോഹിക്കരുത്, പർദ്ദ അഴിപ്പിച്ച് ദ്രോഹിക്കരുത്. എല്ലാം തെറ്റ് തന്നെയാണ്. ഇത് സത്യത്തിൽ പാവക്കുളം അമ്പലത്തിൽ വെച്ച് നടന്ന അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു ചടങ്ങാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ അവിടുത്തെ VHV ഓഫീസിൽ പോയിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് വന്ന എല്ലാവരും നിവേദനം ഞാൻ സ്വീകരിക്കാറില്ല. കാരണം അതിനുള്ള ഒരു പവർ എനിക്കില്ല. അതുകൊണ്ട് ഞാൻ നിവേദനം സ്വീകരിക്കത്തുമില്ല. അത് പോളിസിയാണ്. പക്ഷെ തന്നത് ഇപ്പം സെന്റ് ട്രീസാസിന്റെ ഒരാവശ്യത്തിന് വേണ്ടി ഇന്ത്യൻ പ്രസിഡന്റിനെ അവർക്ക് കാണണം. അപ്പോൾ അത് ഞാൻ മേടിച്ചു, അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പ്രസിഡന്റിന് മകളുടെ കല്യാണം വിളിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഞാനത് ആവശ്യപ്പെടും നേരിട്ട്. അപ്പോൾ പിന്നെ അത് ഈസി ആവും. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ഓഫീസിലൂടെയാണ് പോകുന്നത്. മെയിൽ അയച്ചു, മെയിലിനുണ്ടെ കുറേ IAS IPS ഉദ്യോഗസ്ഥരിരുന്ന് കണ്ടു, SPG അറിയിച്ചു, അങ്ങനെയൊക്കെ അത് പോകുന്നു. നേരിട്ട് പറഞ്ഞാൽ അപ്പം തന്നെ സെക്രട്ടറിയെ വിളിച്ചു പറയും. പിന്നെ ആ സെക്രട്ടറി വന്ന് ഡീറ്റെയിൽസ് കുറിച്ചെടുക്കും. നാളെ അവർക്ക് തിരിച്ച് മെയിൽ കിട്ടും. അങ്ങനെയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വന്നപ്പം 2 ഉമ്മാച്ചുമാർ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സംസാരിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് പരിപാടിക്ക് പോകാനുള്ള സമയമായിപ്പോയി. മുല്ലപ്പെരിയാർ. ഞാൻ പറഞ്ഞു മുല്ലപ്പെരിയാർ എൻ്റെ വിഷയമാണ്, ഞാൻ അതിൽ ഇടപെട്ടിരിക്കും. എന്നിട്ട് ഞാൻ അവരോട് പറയാൻ പറ്റാതെ പോയൊരു കാര്യമുണ്ട്. ഇത് കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രൈം മിനിസ്റ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ പ്രൈം മിനിസ്റ്റർ എന്നല്ല, ഇന്ത്യൻ പ്രസിഡന്റിന് പോലും അതിനകത്ത് ഇടപെടാൻ പറ്റാത്ത രീതിയിൽ ഒരു കമ്മീഷന് ഓൾറെഡി നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മീഷന്റെ തീരുമാനം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ്. ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയാണ് അതിനകത്ത് ഒരു സുപ്രീം പൊസിഷൻ അക്വയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ഇടപെടാൻ പാടില്ല. കോർട്ട് ലക്ഷ്യമല്ല, പക്ഷെ അതൊരു മര്യാദയല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോഴും 4.5 ജില്ലകളില് ജനങ്ങളുടെ ജീവൻ, സ്വത്ത്, ജീവിതം ഒരു അസംഭവ്യം ഉണ്ടായാൽ അതിനുശേഷം ഉണ്ടാകുന്ന വൈകാരികത, ഒരു നാട് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ല, ഇറ്റ്സ് എ നേഷൻ. അത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സും ഡിസ്യൂണിഫൈഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്കൊക്കെ പോകുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാനൊക്കത്തില്ല. അപ്പൊ ആ ഒരു അത്യാഹിതം എന്ന് പറയുന്നത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനെന്ത് വേണമെന്നുള്ളത് ഭരണകർത്താക്കൾ മനുഷ്യരായിട്ടിരുന്ന് ചർച്ച ചെയ്യണം. ഒരു രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ഇല്ലജിറ്റിമറ്റ് സംഗമം ചേരും. ആ ഇല്ലജിറ്റിമറ്റ് സംഗമത്തിലെ അംഗങ്ങൾ 2 പേർക്ക്, തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും 2 അംഗങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഈ കമ്മീഷനെ ആ തീരുമാനം അറിയിച്ചാൽ മതിയല്ല. അവർക്ക് സ്നേഹം ജനങ്ങളുടെ ജീവന്റെ 4.5 ജില്ലകളുടെയും കേരളത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഈ 4.5 ജില്ല വഴി കേരളത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇന്ത്യയുടെ ഈ പറയുന്ന ഇൻവോൾവ് ആയിട്ടുള്ള 1-2 സ്റ്റേറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റ്സിന്റെയും സങ്കടമല്ലേ? ഇതെന്താ മനുഷ്യരായിട്ട് മാറിയിരുന്ന്, രാഷ്ട്രീയത്തിന് പുറത്ത് മാറിയിരുന്ന് ചിന്തിക്കാൻ പറ്റാത്തത്? അപ്പൊ ഇതൊക്കെ ഞാൻ അവരോട് പറയണം. എനിക്ക് അതിനുള്ള സമയമില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഇടപെട്ടിരിക്കും. കൈകാര്യം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ നിരന്തരം അതിലുണ്ട്.
നിങ്ങൾ റസൽ ജോയ് ആ വക്കീലിൻ്റെ അടുത്ത് ചോദിക്കൂ, ഉണ്ട് ഞാൻ എന്ന് പറഞ്ഞങ്ങ് വിട്ടു. ഇതിനൊരു കണക്റ്റ് ഉണ്ട്. ഈ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും ആ ഉമ്മ ആവശ്യപ്പെട്ടത്? ഓ, അത് മുല്ലപ്പെരിയാർ എന്ന് ഓരോരുത്തരങ്ങ് നിശ്ചയിക്കുക. അതല്ല, അവരവരുടെ മകളുടെ ജീവിതം എന്താണെന്ന് ഞാൻ പങ്കുവെക്കത്തില്ല. എൻ്റെ അടുത്ത് കത്തുണ്ട്. അതുകൊണ്ട് ഇത് ഈ ഗോത്രവർഗത്തില് ഒരു പെൺകുട്ടിക്ക് ഫീസ് അടച്ചു, തികയാഞ്ഞ ഫീസാണ് ഞാൻ അടച്ചത്. അത് അടച്ചില്ല, അടച്ചത് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയുന്ന ബിരുദന്മാരൊക്കെ വന്നു രാഷ്ട്രീയത്തിൽ നിന്ന്. അതുപോലുള്ള ഒരു തന്ത്രമാണ്. മാറ്റർ അതല്ല. ആ ഉമ്മാച്ചു അവിടെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പൊക്കത്തിലായതുകൊണ്ട് ഒന്ന് മുട്ട് മടക്കി ഇങ്ങനെ താന്ന്, എനിക്ക് ഡിസ്കിന് പ്രശ്നമുള്ളതുകൊണ്ട് കുനിയാനൊക്കത്തില്ല, മുട്ടൊന്ന് മടക്കിയാണ് ഞാൻ പോയിരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് അവർ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ പറഞ്ഞ്, ഉമ്മ ഞാൻ എത്ര പേരെ ഇങ്ങനെ ഇത് എനിക്ക് പറ്റും, ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ മക്കളെ എല്ലാം നോക്കണ്ടേ, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് കയ്യിൽ പിടിച്ചിട്ട്, ഇല്ലെങ്കിൽ മോള് നിർത്തി പോരേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആ പേപ്പർ അങ്ങ് വാങ്ങിച്ചിട്ട് സാധാരണഗതിയിൽ എൻ്റെ പാർട്ടിക്കാരുണ്ടെങ്കിൽ അവരെ ഞാൻ ഈ പേപ്പർ ഏൽപ്പിച്ചിട്ട് എൻ്റെ ഓഫീസിൽ അയക്കാൻ പറയും. ഇത് ഞാൻ മേടിച്ചിട്ട് തിരിഞ്ഞ് സിനോജ് എൻ്റെ അസിസ്റ്റന്റിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അവരെൻ്റെ ഈ കാലിൽ തൊട്ട് തൊഴുതു. അത് കഴിഞ്ഞ് പാദത്തിൽ പോയി തൊട്ടു. ഞാൻ സത്യത്തെ അത് കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ ഞാൻ അനുവദിക്കത്തില്ല. കാരണം പിന്നെ ആ ഉമ്മാച്ചു ഇതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന തീവ്രവാദികളുടെ ദ്രോഹം എത്രയാണെന്ന് എനിക്കറിയാം. അവർക്ക് 5 ദിവസം വീടിന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. അതാ ഞാൻ പറഞ്ഞ, സമൂഹം തിരുത്തണം. ശരിയല്ല. മനുഷ്യരാണതെല്ലാം. മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയുന്നതിനാണ് പരിഗണന, അവരുടെ മതത്തിനല്ല.